സ്റ്റഡി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഡെയിലി എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കുറേ വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 70 മുകളിൽ വീഡിയോസ് ആയിട്ടുണ്ട്. 200 ഡേ ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓഗസ്റ്റ് 2ഉം 9ഉമാണ് എക്സാം തീയതികൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ, ഒന്ന് കമന്റ് ചെയ്ത് നമ്മളോട് സപ്പോർട്ട് ചെയ്യുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണമെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മൾ ഓൾറെഡി കുറേ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു. പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി, അതുപോലെ കേരള ഭരണവും ഭരണ സംവിധാനം കംപ്ലീറ്റ് ആക്കി, ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം കംപ്ലീറ്റ് ആക്കി, ഭൗതിക ശാസ്ത്രം കംപ്ലീറ്റ് ആക്കി. ഇന്നു മുതൽ രസതന്ത്രം എന്ന് പറയുന്ന കെമിസ്ട്രി ടോപ്പിക്സിന്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരം, വാതക നിയമങ്ങൾ, അക്കോർജിയ തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഇന്ന് കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ. മൂന്ന് ടോപ്പിക് മാത്രമേ നമുക്ക് രസതന്ത്രത്തിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആറ്റം, തന്മാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും പഠിക്കാം. ആറ്റത്തിന്റെ ഭാരം കുറഞ്ഞ കണമാണേത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തിന്റെ ഭാരം കുറഞ്ഞ കണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോൺ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്നറിയോ? ജോൺ സ്റ്റോണിയാണ് ഇലക്ട്രോൺ എന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിക്കോട്ടെ, പ്രോട്ടോണുകളുടെ എണ്ണമായിക്കോട്ടെ, എപ്പോഴും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കുമെന്ന് ഓർക്കുക. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് മാസുകളുടെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാ? 1836:1 എന്ന റേഷ്യോയിലായിരിക്കും. ഇലക്ട്രോണിന്റെ തരംഗ സ്വഭാവവും കണിക സ്വഭാവവും അറിയപ്പെടുന്നത് ദ്വന്ദ്വ സ്വഭാവം എന്ന ഡ്യുവൽ നേച്ചർ എന്ന പേരിലാണ്. ഇലക്ട്രോണുകൾക്ക് ദ്വന്ദ്വ സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ഡി ബ്രോഗ്ലി ആണ്. ഇലക്ട്രോണുകൾക്ക് ദ്വന്ദ്വ സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ചത്. പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന്റെ തരംഗ സ്വഭാവം തെളിയിച്ചത് ആരാ? CJ ഡേവിൻസണും LH ജർമർ ചേർന്നിട്ടാണ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകൾക്ക് തരംഗ സ്വഭാവം ഉണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളത്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണേത്? പ്രോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇപ്പൊ തന്നെ പഠിച്ചേ, പ്രോട്ടോൺ ആണ് അല്ലെ. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്? പ്രോട്ടോൺ അറിയപ്പെടുന്നത്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? പ്രോട്ടോൺ ആണെന്ന് ഓർക്കുക. ഇനി ആറ്റോമിക നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക മാസ് നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഒന്നെങ്കിൽ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്ന് വിളിക്കുന്നത് ആറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നു. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ആയിരിക്കും കേട്ടോ. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ആയിരിക്കും. അപ്പൊ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണം, ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ എണ്ണവും ആറ്റോമിക നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റം എന്ന പദം ആദ്യം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആധുനിക ആറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. അപ്പൊ ആറ്റം എന്ന പദം ആദ്യം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക ആറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ ആണെന്ന് ഓർക്കുക. ഇനി ജോൺ ഡാൾട്ടന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം അറിയപ്പെടുന്നത് ഡാൾട്ടണിസം, അതായത് നമ്മുടെ വർണ്ണാന്തതയാണ് ഈ ഡാൾട്ടണിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആറ്റോമിക് സിദ്ധാന്തം നമുക്ക് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് വിളിക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് വിളിക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അപ്പൊ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അപ്പൊ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? ഗുണത്തിലായിക്കോട്ടെ, വലിപ്പത്തിലായിക്കോട്ടെ, മാസിലായിക്കോട്ടെ സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. അപ്പൊ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത ഗുണവും വ്യത്യസ്ത മാസുമായിരിക്കും.
ഏർപ്പെടുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏത്? ആറ്റം. അപ്പൊ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ ആറ്റം എന്ന് വിളിക്കുന്നു. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തം ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുകൂടി ഓർക്കുക കേട്ടോ. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുന്നതല്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും എങ്ങനെയായിരിക്കും? സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസ് ഉള്ളവയുമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുകൂടി ഓർക്കുക. ഇനി ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് കേട്ടോ. 1911 ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ വ്യക്തിയാണ് റൂദർഫോർഡ്. അതായത് ഒരു ആറ്റത്തിന് എന്താണ്? ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ ഈ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നുമാണ് എന്ത് അറിയപ്പെടുന്നത്? ഈ റൂദർഫോർഡ് കണ്ടെത്തിയിട്ടുള്ളത്. ഇലക്ട്രോണുകളെ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്ന നിർദ്ദേശ മാതൃക. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലില് ന്യൂക്ലിയസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഷെല്ലിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റുന്നുണ്ട് നിർദ്ദേശ മാതൃകയാണ് ഏത്? സൗരയൂഥ മാതൃക. അതായത് സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെ ഇലക്ട്രോണെ ഷെല്ലിൽ ന്യൂക്ലിയസുകൾ ചുറ്റുന്ന സൗരയൂഥ മാതൃക കണ്ടെത്തിയത്. അപ്പൊ ന്യൂക്ലിയസ് ചുറ്റുന്ന മാതൃകയാണ് ഏത്? സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ആൽഫ പാർക്കി സ്കാറ്ററിംഗ് പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ പരീക്ഷണ പ്രകാരം ആറ്റത്തിന്റെ വ്യാപ്തത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് കൂടി ഓർക്കുക. ഇനി റൂദർഫോർഡ് മാതൃകയുടെ ന്യൂനതകൾ എന്തൊക്കെയാണ്? ആറ്റത്തെ സ്ഥിരമായിട്ട് വിശദീകരിക്കാനായില്ല. അപ്പൊ ആറ്റത്തിന്റെ സ്ഥിരതയെ വിശദീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളുടെ ഘടനയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതായത് ഇലക്ട്രോണും ന്യൂക്ലിയസിനെ ചുറ്റുന്ന എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്, ഇലക്ട്രോണിന്റെ ഊർജ്ജം എന്നിവയെ കുറിച്ച് വിശദീകരിക്കുന്ന മാതൃകയ്ക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആറ്റങ്ങൾ ഇലക്ട്രോണിന്റെ ഘടനയെ കുറിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റുന്നതിനെ കുറിച്ച്, അത് വിന്യസിച്ചിരിക്കുന്നതിനെ കുറിച്ചോ ഇലക്ട്രോണിന്റെ ഊർജ്ജം എങ്ങനെയായിരുന്നു അതിന് വിന്യസിച്ചിരിക്കുന്നത് ഒന്നും വിശദമായിട്ട് ഈ ഒരു മാതൃകയിൽ പറയുന്നില്ല. ഇതൊക്കെ എന്താണ്? റൂദർഫോർഡ് മാതൃകയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സൗരയൂഥ മാതൃക പ്രകാരം ആറ്റത്തിലെ ഘടകങ്ങൾ സൗരയൂഥത്തെ പോലെ ക്രമീകരിക്കുന്നു. അപ്പൊ സൗരയൂഥ മാതൃകയിൽ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനെ മറ്റു ഗ്രഹങ്ങൾ വലയം വയ്ക്കുന്നത് പോലെയാണ് സൗരയൂഥ മാതൃക എന്നാണ് പറയപ്പെടുന്നത്. ഇനി സൗരയൂഥവും ആറ്റവും എങ്ങനെയാണ് ഒരുപോലെ ആവുന്നത്? സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുണ്ട്. ഏതാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം? സൂര്യനാണ് അല്ലെ. അപ്പൊ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. അപ്പൊ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെങ്കിൽ ഈ ആറ്റത്തിന്റെ കേന്ദ്രം ഏതായിട്ടാണ് പറയുന്നത്? ന്യൂക്ലിയസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഗ്രഹങ്ങളെ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു, ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. അപ്പൊ സൗരയൂഥ മാതൃക, അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സൗരയൂഥ മാതൃക എന്ന് വിളിക്കാൻ കാരണം. പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഗോളത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് പ്രസ്താവിച്ച ആറ്റം മാതൃകയാണ് ജെ തോംസന്റെ ആറ്റം മാതൃക. പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് പ്രസ്താവിച്ച ആറ്റം മാതൃക ഏതാണ്? ജെ തോംസന്റെ ആറ്റം മാതൃകയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിന്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസായി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 31 എന്താണ്? സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം 40. പൊട്ടാസ്യം 40 എന്താ? മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളെ ചികിത്സയ്ക്കും രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പുകൾ അയഡിൻ 131 അതുപോലെ കൊബാൾട്ട് 60 ഒക്കെ എന്താണ്? ഇത്തരത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതൽ രോഗങ്ങൾ ചികിത്സയ്ക്കും രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നിട്ടുള്ള ഐസോടോപ്പുകളാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും ചികിത്സയ്ക്കുമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് അയഡിൻ 131 ആണ്. നാഗസാക്കിയെ വർഷിച്ച അണുബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് പ്ലൂട്ടോണിയം 239 ആണ്. പ്രവാഹത്തിൽ തടസ്സങ്ങൾ കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഐസോടോപ്പ് സോഡിയം 24 ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി ഹീലിയത്തെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഏത്? ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകവും ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകവും ഹീലിയമാണ്.
സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഹീലിയമാണ്. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യൻ രൂപം കൊള്ളുന്ന വാതകമാണ് ഹീലിയം. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യൻ രൂപം കൊള്ളുന്ന വാതകം, സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം, ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം, ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഒക്കെ എന്താണ്? ഇതെല്ലാം ഹീലിയം ആണെന്ന് ഓർക്കുക കേട്ടോ. ഇനി കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. താപഗതിയുമായി കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരവും ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ താപഗതിയുമായിട്ടുള്ള കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരവും ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതാൻ കഴിയുന്നത് എന്ന അർത്ഥമുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഗ്രാഫൈറ്റിന്റെ സവിശേഷത എന്താ? മിനുസമുള്ളതാണ്, ചാരനിറമുണ്ട്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലം ഇല്ല. ഗ്രാഫൈറ്റിന്റെ വൈദ്യുത ചാലകത നൽകുന്നത് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത് എങ്ങനെയാ? സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. താപഗതിയിലുള്ള കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതാൻ കഴിയുന്ന എന്നർത്ഥം വരുന്ന ഗ്രാഫി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഗ്രാഫൈറ്റിന്റെ സവിശേഷത മിനുസമുള്ളതാണ്, ചാരനിറമുണ്ട്, വൈദ്യുതചാലകമാണ്, ബാഷ്പീകരണശീലം ഇല്ല. ഗ്രാഫൈറ്റിന്റെ വൈദ്യുതചാലകം നൽകുന്നത് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണെന്ന് കൂടി ഓർക്കുക. ഇനി പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം 340 pm ആണ്. അപ്പോ പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം എത്രയാ? 340 pm ആണ്. ഗ്രാഫൈറ്റിന്റെ ഒരേ പാളികളും രൂപപ്പെട്ടിരിക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ ഒരേ തരത്തിലുള്ള ഷഡ്ഭുജ വലയങ്ങൾ ചേർന്നിട്ടാണ്. ഗ്രാഫൈറ്റ് പാളികളിൽ CC ബന്ധന ദൈർഘ്യം 141.5 pm ആണ്. ഗ്രാഫൈറ്റ് പാളികളുടെ മുഴുവൻ പ്രതലത്തിലും ഇലക്ട്രോണുകൾ വികേന്ദ്രീകരിച്ചിരിക്കുന്നു. ഗ്രാഫൈറ്റിലെ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണെന്ന് കൂടി ഓർക്കുക. പാളിലെ കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി പെൻസിലിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം, അതായത് കളിമൺ ചേർത്ത മിശ്രിതമാണ് ഏത്? ഗ്രാഫൈറ്റ്. വൈദ്യുതി കടത്തിവിടാത്ത കാർബണിന്റെ രൂപാന്തരം, കാർബണിന്റെ രൂപാന്തരം കൂടിയാണ് കേട്ടോ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടമാക്കുന്ന കാർബണിന്റെ രൂപാന്തരവും ഏത് തന്നെയാണ്? ഗ്രാഫൈറ്റ് തന്നെയാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി, അതായത് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരവും എന്ത് തന്നെയാണ്? ഗ്രാഫൈറ്റ് ആണെന്ന് കൂടി ഓർക്കുക. പെൻസിലിലെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം, വൈദ്യുതി കടത്തിവിടാത്ത കാർബണിന്റെ രൂപാന്തരം, ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടമാക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഒക്കെയാണ് ഏത്? ഗ്രാഫൈറ്റ്. ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ വജ്രമാണ് ഇത്? കൊഹിനൂർ. തെലങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നുമാണ് ഈ കൊഹിനൂർ ലഭിച്ചത്. കൊഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ്. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ വജ്രം ഏതാണ്? കുളിനർ ആണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കുളിനർ വജ്രം ലഭിച്ചിട്ടുള്ളത്. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. അപ്പൊ സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിന്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഏത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ബോയിൽ ആണ്. സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിന്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഏത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? ജാക്കസ് ചാൾസ് ആണ്. സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേർ അനുപാതത്തിലാണെന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ചാൾസ് നിയമമാണ് കേട്ടോ. അപ്പൊ സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിന്റെ ഊഷ്മാവിന് നേർ അനുപാതത്തിലാകും പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ചാൾസ് നിയമമാണ്. വായു നിറച്ചൊരു ബലൂൺ വെയിലത്ത് വച്ചാൽ പൊട്ടുന്നതിന് കാരണം എന്താ? താപനില കൂടുമ്പോൾ വായുവിന്റെ വ്യാപ്തം കൂടുകയും ബലൂൺ വികസിച്ച് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ താപനില കൂടുമ്പോൾ വായുവിന്റെ വ്യാപ്തം എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം കൂടുകയും ബലൂൺ വികസിച്ച് പൊട്ടിപ്പോവുകയുമാണ് ചെയ്യുന്നത്. ജലനിരപ്പിൽ നിന്ന് താഴേക്ക് പോകും തോറും മർദ്ദം കൂടുന്നു. വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായതിനാൽ മർദ്ദത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയ്ക്ക് അനുസരിച്ച് ബലൂണിന്റെ വലുപ്പം കുറയുന്നതാണ് ഏത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ജലനിരപ്പിന് താഴോട്ട് പോകും തോറും മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? അവൻ പറഞ്ഞിരുന്നു, താഴേക്ക് പോകും തോറും മർദ്ദം എപ്പോഴും കൂടുകയും മുകളിലേക്ക് പോകുമ്പോൾ കുറയുകയുമാണ് ചെയ്യുന്നത്. മർദ്ദം
ഇതിന് വിപരീത അനുപാതത്തിലായത് മർദ്ദത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയ്ക്ക് അനുസരിച്ച് ബലൂണിന്റെ വലുപ്പത്തിന് കുറവ് സംഭവിക്കുന്നു. ഇതിനാണ് ബോയിൽ നിയമം എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം, ന്യൂക്ലിയസിന്റെ ചുറ്റിക്കറങ്ങുന്ന കണിക, ന്യൂക്ലിയസിന്റെ ചുറ്റിക്കറങ്ങുന്ന കണിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലെ? ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇനി ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാ? ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഏത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തന നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏതൊക്കെയാണ്? അതും എന്ത് തന്നെയാണ് ഉത്തരം വരിക? അതും ഇലക്ട്രോൺ തന്നെയാണ് വരിക. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നതിൽ ഏതാണ് ഇലക്ട്രോണിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന? തുല്യ കണിക സ്വഭാവവും തരംഗ സ്വഭാവവും. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആധുനിക ആറ്റോമിക് സിദ്ധാന്തം, ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് പറഞ്ഞിരുന്നല്ലേ? ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റോമിക് സിദ്ധാന്തവും ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? നോക്കിക്കേ, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമോ? കഴിയില്ല. എല്ലാ പദാർത്ഥവും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ കണങ്ങളാൽ നിർമ്മിത ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ശരിയാണോ? ശരിയാണ്. രാസപ്രവർത്തനം ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ശരിയാണ്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ആൻസർ ഏതാണ്? 2n² ആണ് അല്ലെ? 2n² ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കേശയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എങ്ങനെ ആൻസർ ചെയ്യും? നമുക്കറിയാം, ഒരു മാതൃക നമ്മൾ ഇലക്ട്രോൺ വിന്യാസം വരച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം എന്ത് വരും? ആദ്യം ഒരു ന്യൂക്ലിയസ്, അതിന് ചുറ്റും എന്താണ്? ഓർബിറ്റുകൾ വരും. ഓരോ ഓർബിറ്റിലുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു മോഡൽ വരിക. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ, അതായത് നമ്മുടെ പറഞ്ഞിരുന്നു ഒരു ആറ്റോമിക സംഖ്യ ഇത്രയായിട്ടുണ്ടെങ്കിൽ എൽ ഷെല്ലില് കെ ഷെല്ലിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്ന് സാധാരണഗതി ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ വരുന്നേ? കെ എൽ എം എൻ എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പൊ എങ്ങനെ നമുക്ക് വരുന്നത് നോക്കാം. ഈ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ സഞ്ചാര പാതയാണ് എന്ന് വിളിക്കുന്നത്? ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഓരോ ഷെല്ലുകൾ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയസ് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേര് എങ്ങനെ നൽകിയിരിക്കുന്നു? ഈ പേരുകള് കെ, അത് കഴിഞ്ഞ പിന്നെ എന്ത് വരും? എൽ എം എൻ എന്നിങ്ങനെ 4 ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിനകത്ത് വരിക. അതിൽ കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുവാണെങ്കിൽ അത് എത്രയാ? അത് 2 ആണ് അല്ലെ? കെയിൽ എപ്പോഴും എത്രയാ ഉൾക്കൊള്ളുന്നേ? കെയിൽ എപ്പോഴും 2 ആയിരിക്കും ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ എല്ലിന് മാക്സിമം ഇലക്ട്രോണുകൾ എത്ര എണ്ണം ഉൾക്കൊള്ളും? 8 ആയിരിക്കും എല്ലില് ഉൾക്കൊള്ളുക. ഇനി എമ്മിലാണെങ്കിലോ? എമ്മില് 18 എണ്ണമായിരിക്കും ഉൾക്കൊള്ളുന്നത്. എന്നിലാണെങ്കിലോ 32 എണ്ണം. അതായത് ഇവിടെ ഫസ്റ്റ് ഷെല്ല്, ന്യൂക്ലിയസ് ചുറ്റുമുള്ള ഓരോ ഓർബിറ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു, ആറ്റത്തിന് ന്യൂക്ലിയസ് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ സഞ്ചാരപാതയാണ് എന്ന് വിളിക്കുന്നത് ഈ ഷെല്ലുകൾ. ഓരോ ഷെല്ലാണ് ഇവിടെ വരച്ചേക്കുന്നത്. അപ്പൊ ഈ ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേര്, ഇവിടെ ഷെല്ലുകൾ ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ കെ ഷെല്ല്. ഇതാണ് എൽ ഷെല്ല്. പിന്നെ ഇത് എം ഷെല്ല്. ഇതിന്റെ മുകളിലും എന്തുണ്ട്? ഇത്തരത്തിൽ വേറൊരു ഡിസ്ട്രിബ്യൂഷൻ, അതായത് വീണ്ടും ഒരു ഷെല്ല് വരുന്നുണ്ട്. വീണ്ടും ഒരു ഷെല്ല് വരും. ഈ ഷെല്ലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഈ ഷെല്ലാണ് എൻ എന്ന് പറയുന്നത്. അപ്പൊ കെ എൽ എം എൻ ഇങ്ങനെയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ വരിക. അതിൽ കെ എന്ന് പറയുന്ന ഷെല്ലില് എത്ര എണ്ണമാണ്? അത് എത്ര ഇതാണ് വരുന്നത്? എത്ര ഇലക്ട്രോണുകളാണ് വരുന്നത്? നമുക്ക് നോക്കിയാലോ. നമ്മൾ പറഞ്ഞിരുന്നു കെയിൽ കെ എന്ന് പറഞ്ഞതിനകത്ത് 2 എണ്ണം വരും. 2 ഇലക്ട്രോൺ വരും. ഇനി എല്ലിലാണെങ്കിലോ? എല്ലില് എത്ര എണ്ണം വരും? 8 എണ്ണം വരും. 1 2 3 4 5 6 7 8. ഇനി എല്ലിലാണെങ്കിലോ? എമ്മിലാണെങ്കിലോ 18 എണ്ണം വരും. ഇവിടെ ഇങ്ങനെ 18 എണ്ണം ഇലക്ട്രോണുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരും. മറ്റോടത്താണെങ്കിലോ എന്നിലാണെങ്കിലോ 32 എണ്ണം വരും. വരയ്ക്കുന്നില്ല, അത്രയും വരുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇനി ഇതിനനുസരിച്ചായിരിക്കും PSC ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പോകുന്നത്. അതിൽ എനർജി ഏറ്റവും കുറവ് ഏത് ഷെല്ലിലാ? അത് കെ ഷെല്ലിലാണ് കേട്ടോ. എനർജി ഏറ്റവും കുറവ്. കാരണം നമ്മുടെ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന ഷെല്ല്, അടുത്തിരിക്കുന്ന വെച്ചാൽ എനർജി കൂടുതലായിരിക്കും. ഒരിക്കലല്ല,
അകലന്തോറുമാണ് എന്ത് സംഭവിക്കുന്നത്, എനർജി കൂടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെയിലാണ് ഏറ്റവും കുറവ് എനർജി വരിക. അപ്പൊ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എനർജി വരുന്നത്, അകലന്തോറുമാണ് എനർജി കൂടുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും, എന്നിലായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി വരിക എന്നുകൂടി എന്താ ഒന്ന് ഓർത്തിരിക്കട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ കെയിലും ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും, എന്നിലുമായിരിക്കും എന്ന് ഓർക്കും. അപ്പൊ ഏകദേശം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിലാണ് ഇനി ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്താം നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താ, 2n² ആണ്. അപ്പൊ ഒരു ഷെല്ലിലും ഉൾക്കൊള്ളുന്ന കഴിയുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് ഏത്, 2n² എന്ന് പറയുന്നത്. പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ് 2n² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് ഈ 2n². അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താ, ഷെല്ലുകളുടെ നമ്പറിനെയാണ് കേട്ടോ n എന്ന് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോ കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം ചോദിക്കുവാണെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, കെയിൽ എത്ര ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, 2 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമുക്കിത് എങ്ങനെ, അപ്പൊ കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം ചോദിക്കുവാൻ നമുക്ക് ഈ 2n² വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്, 2n² ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം, 2 അല്ലെ. n വരുമ്പോ എന്തൊരു, n ഡിനോമിനേറ്റ് ചെയ്ത് എന്തെന്ന് നമ്മൾ പറഞ്ഞേ, ഷെല്ലുകളുടെ നമ്പർ ആണ്. അപ്പൊ ഷെല്ലുകളുടെ കെ എന്ന് പറയുമ്പോൾ എത്ര ഡിനോമിനേറ്റ് ചെയ്യുന്നത്, 2 ആണ്. കെ 2, എൽ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു, 8, എം 18, n 32 പറഞ്ഞു. അപ്പോ ഒരു ഓർബിറ്റ് ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാ, 2n² ആണെന്ന് ഓർത്തിരിക്കുക. എത്രയാണ്, 2n². അപ്പൊ ഓരോ ഷെല്ലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്തുന്നുള്ള സൂത്രവാക്യമാണ് ഏത്, 2n² എന്ന് പറയുന്നത്. ഇതിനകത്ത് n എന്താ ഡിനോമിനേറ്റ് ചെയ്യുന്നത്, n ഷെല്ലുകളുടെ നമ്പർ ആണ് ഡിനോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. ന്യൂക്ലിയസിന് അകലം കൂടുന്നതോറും ഷെല്ലുകളുടെ ഇലക്ട്രോണിന്റെ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു, ഊർജം കൂടുന്നു. അതുകൊണ്ടാണ് എന്താണ് കെ എന്ന് പറഞ്ഞ ഷെല്ലിന് എനർജി കുറവാണെന്ന് പറഞ്ഞത്. n എന്ന് പറഞ്ഞ ഷെല്ലിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതെന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി രണ്ടാം ചോദ്യം, കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര, നമ്മൾ പറഞ്ഞിരുന്നത് കെയിൽ എത്ര, കെയില് 2, എല്ലിനാണെങ്കിലോ 8, അതുപോലെ എമ്മിനാണെങ്കിൽ 18, അതുപോലെ എന്നിനാണെങ്കിൽ എത്രയായിരുന്നു, 32. അപ്പോ കെയിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ, 2 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആറ്റോമിക സംഖ്യ 11 ആയാൽ മൂലകത്തിന്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ ആറ്റോമിക സംഖ്യ 11 ആണ് ഒരു മൂലകത്തിന്റെ എങ്കിൽ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇപ്പൊ ആറ്റോമിക് നമ്പർ 11 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, അത് സോഡിയം ആവാനാണ് സാധ്യത. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ, 11 ആണ് അല്ലെ. കുറച്ചെണ്ണത്തിന്റെയൊക്കെ ചിലതിന്റെയൊക്കെ ആറ്റോമിക് നമ്പർ തരും, ചിലതിന്റെ ആറ്റോമിക് നമ്പർ തരില്ല. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനേ പറയാൻ ചിലത് ചോദിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആ കുറച്ചെണ്ണത്തിന്റെയെങ്കിലും ആറ്റോമിക് നമ്പർ ഏറ്റവും റിപ്പീറ്റഡ് ചോദിക്കുന്ന കുറച്ചെണ്ണത്തിന്റെങ്കിലും ആറ്റോമിക് നമ്പർ കാണാതെ പഠിച്ചിരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ആറ്റോമിക് സംഖ്യ 11 ആയ മൂലകത്തിൽ 11 ആയ മൂലകം ഏതാ, അത് സോഡിയം ആവാനാണ് സാധ്യത. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താ, 11 ആണ് ആറ്റോമിക് നമ്പർ എന്ന് ഓർത്തിരിക്കുക. ഇത് എങ്ങനെയാ ഡിസ്ട്രിബ്യൂഷൻ വരുന്നേ, അപ്പോ കെ ഇവിടെ അല്ല ചോദിച്ചിരിക്കുന്നത്, കെ എൽ എം എൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എൽ ഷെല്ലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആറ്റോമിക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് എഴുതിയാലോ. എങ്ങനെ എഴുതാം നോക്കിക്കേ, 2, അടുത്ത ഷെല്ല് എന്ത് വരും, 2 കഴിഞ്ഞാൽ പിന്നെ 8 വരും, പിന്നെയോ പിന്നെ 11 അല്ലെ, 8, 9, 10 ഇനി ഓർമ്മയോടെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഷെല്ല് എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. അപ്പൊ 2, 8, L. അപ്പൊ കെ എൽ എത്രയാണ്, എം ആണ് വരിക. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, L ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ L എത്രയാ, 8 ആണ്. 8 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ചോദ്യം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇതിന് ആൻസർ ചെയ്യാം. അപ്പൊ നമ്മൾ ഒരെണ്ണം പറഞ്ഞു, ഇനി വേറെ ഒരെണ്ണം. അപ്പൊ മഗ്നീഷ്യം ചോദിക്കുകയാണ്. മഗ്നീഷ്യം ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ കണ്ടെത്തിയാം, മഗ്നീഷ്യത്തിന്റെ എന്താണ് ആറ്റോമിക നമ്പർ എത്രയാണ്, മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. 12ന് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം, 12 എന്ന് പറയുമ്പോൾ 2, കെ എല്ലിൽ എത്ര വരും, 8 വരും. അതുപോലെ തന്നെ എമ്മിനാണെങ്കിലോ 2, അപ്പോ 12 വന്നു. അപ്പൊ എന്താണ് മഗ്നീഷ്യത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരിക. ഇനി വേറെ ഒരെണ്ണം നോക്കി, ക്ലോറിന്റെ എത്രയാണ് വരിക, ക്ലോറിൻ എത്രയായിരുന്നു, ക്ലോറിൻ 17 ആണ്. അപ്പൊ ക്ലോറിൻ 17 എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ വരും, 2, 8, 7 ആണ് ക്ലോറിൻ ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇനി വേറൊരെണ്ണം ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് വേറൊരെണ്ണം നോക്കിയാൽ അത് നോക്കാം. ഇപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഒന്ന് പൊട്ടാസ്യവും കാൽസ്യവും
പൊട്ടാസ്യം കാൽസ്യം നമ്മൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് റൂദർഫോർഡ് ആണ്. ആരാണ്? റൂദർഫോർഡ്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ വ്യത്യസ്തമാക്കുന്ന കണം ഏതാ? പ്രോട്ടോൺ ആണ്. ഏതാണ്? പ്രോട്ടോൺ. അടുത്തത്, ചുവടെ നൽകുന്ന ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഏതാണ് ഏക ആറ്റോമിക തന്മാത്ര? ഹീലിയം ആണ്. ഹീലിയം. ക്രിസ്റ്റലാകൃതിയിലുള്ള കാർബൺ രൂപാന്തരങ്ങൾ അമോർഫസ് കാർബൺ എന്ന് തന്നിരിക്കുന്നത്. അമോർഫസ് കാർബൺ ഉദാഹരണമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. കാർബണിന്റെ താപാധിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരം ഏത്? അതും എന്ത് തന്നെയാണ്? ഗ്രാഫൈറ്റ് തന്നെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് വാതക നിയമത്തെ പ്രതിദാനം ചെയ്യുന്നു. ഏത് വാതക നിയമത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്? ബോയിൽ നിയമത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിൽ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ഏതാണ്? ചാൾസ് നിയമമാണ്. ഏതാണ്? ചാൾസ് നിയമമാണ്. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഗേ-ലുസാക്ക് നിയമമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക് കംപ്ലീറ്റ് ആക്കി അല്ലെ. ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? ആറ്റവും അതുപോലെ തന്മാത്രയും ആറ്റത്തിന്റെ മാതൃകകളും അതുപോലെ തന്നെ ആറ്റത്തിൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ നോക്കി. അതുപോലെ തന്നെ തന്മാത്രയെക്കുറിച്ചും രൂപാന്തരത്തെക്കുറിച്ചും വാതക നിയമങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ ക്ലാസ് നമ്മൾ നോക്കിപ്പോയത്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അതിൽ ആർക്കെങ്കിലും അസിസ്റ്റൻസ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി.